നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ICAR ത്രൂ ആണെന്ന്. പക്ഷെ ICAR സ്വന്തമായിട്ട് ഇപ്പോൾ എൻട്രൻസ് നടത്തുന്നില്ല. CUT എൻട്രൻസ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷനിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ICAR അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവരും, അതായത് ഓൾ ഇന്ത്യ ലെവൽ, ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ സീറ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ CUT ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CUTയുടെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആസ്പിരൻസ് എല്ലാവരും, അഗ്രികൾച്ചർ മാത്രമല്ല അലീഡ് കോഴ്സുകളും ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ചെയ്യേണ്ടത് CUT ആപ്ലിക്കേഷൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഡൗട്ടാണ്, ഏതായിരിക്കണം സബ്ജക്ട് കോമ്പിനേഷൻ. പലർക്കും ഡൗട്ടാണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതണമോ അതോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതണമോ, അല്ല ഫിസിക്സ് ഒഴിവാക്കി അഗ്രികൾച്ചർ ബയോ കെമിസ്ട്രി എഴുതണമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇൻഫർമേഷൻ ആദ്യമേ പറഞ്ഞു തരാം. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കോമ്പിനേഷൻ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ABC കോമ്പിനേഷൻ, അതായത് അഗ്രികൾച്ചർ ബയോ കെമിസ്ട്രി കോമ്പിനേഷനിൽ എഴുതുന്ന ഒരുപാട് കുട്ടികൾക്ക് പല യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ നേടാൻ സാധിക്കാതെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുന്ന PCB കോമ്പിനേഷനിൽ എക്സാം എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ലഭിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ എക്സാമിനേഷൻ എഴുതുക. അപ്പൊ എല്ലാവരും CUT ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ ഡേറ്റ് മറക്കണ്ട, 30 വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ളൂ. സോ അതിനു മുന്നേ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.